ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ ഗാർഡനിലെ ഫ്ലവറിങ് സീക്രറ്റ്സ് ആണ്. അതായത് എൻ്റെ ഗാർഡനിലെ ചെടികളൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, പൂക്കൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണ്. അതായത് നമ്മുടെ ഗാർഡനിൽ തന്നെ റോസ്, അതുപോലെ തെറ്റി, പല പല ചെടികൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. അന്നേരം സാധാരണയായിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് റോസ്. അന്നേരം ഈ റോസൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണയായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മുട്ടയുടെ തോട്. അത് എല്ലാ വീട്ടിലും മുട്ട കഴിച്ചതിന് ശേഷം ആ തോല് നമ്മൾ അതിന് മുട്ടയുടെ തോടെടുത്ത് കളയാറുണ്ട്. അന്നേരം അങ്ങനെ കളയാതെ മുട്ടത്തോട് പൊടിച്ച് നമ്മുടെ ചെടിയുടെയൊക്കെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ലതുപോലെ പൂക്കും. അതായത് അതുപോലെ തന്നെ നമ്മൾ ചായ ഇട്ടതിന് ശേഷം ചായയുടെ തേയിലയുടെ മട്ട്, അതും ഈ ചെടിക്കൊക്കെ നല്ലൊരു വളമാണ്. ചെടിയൊക്കെ നല്ലതുപോലെ പൂക്കാൻ ഈ മുട്ടത്തോടും അതുപോലെ തേയിലയുടെ മട്ടും ഒക്കെ സഹായിക്കും. അന്നേരം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. മുട്ടത്തോടും തേയിലയുടെ മട്ടും ഒക്കെ പണ്ട് മുതലേ ആളുകളൊക്കെ ചെയ്തു വരുന്ന ഒരു രീതിയാണത്. അത് നമുക്കിപ്പോഴും നല്ലതുപോലെ ഈസിയായിട്ട് ജൈവവളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടാൻ പറ്റിയ വളം തന്നെയാണത്. തെറ്റിയൊക്കെ എപ്പോഴും പൂവാണ്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പം പൂ വേണമെന്നുണ്ട്, ഈ മുട്ടത്തോടും തേയിലയുടെ മട്ടും ഒന്നും ഇട്ടിട്ട് നമ്മുടെ ചെടികൾ പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള മൊസാൻഡ്രയ്ക്കും ഒക്കെ നല്ലപോലെ പൂക്കാൻ പറ്റിയൊരു വളമാണ് നമ്മുടെ 18-18 എന്ന് പറയുന്ന വളം. അന്നേരം ആ 18-18 ഒരു ബക്കറ്റ് വെള്ളം എടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ 18-18 ഇട്ടതിന് ശേഷം നല്ലതുപോലെ കലക്കിയതിന് ശേഷം ചെടിയിലൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലപോലെ പൂക്കൾ ഉണ്ടാകും. അന്നേരം രാസവളം വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വളങ്ങൾ ഉണ്ടാക്കാം. രാസവളം വേണ്ട എന്നുള്ളവർക്ക് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മുട്ടത്തോട് തേയിലയുടെ മട്ടും കൂടെ ഞാൻ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ഇത് ഒരു 4 ദിവസമായി ഈ തേയിലയുടെ മട്ടും അതുപോലെ തന്നെ മുട്ടയുടെ തോടും കൂടെ വെള്ളം ഒഴിച്ച് വെച്ചത്. ഇത് നമ്മൾ ഒരു മഗ് വെള്ളം എടുക്കുവാണെങ്കിൽ ഒരു ചരുവം വെള്ളത്തിൽ കലക്കി വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. ഇത് അതുപോലെ തന്നെ ഞാൻ ചേർത്തേക്കുന്ന വേറൊരു ടൈപ്പ് വളമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തേക്കുന്നത് സവാളയുടെ തോലുണ്ട്, അതുപോലെ തന്നെ മുട്ടത്തോടുണ്ട്, പിന്നെ നമ്മുടെ തേയിലയുടെ മട്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഒരു 2-3 ദിവസത്തേക്കുള്ളത് നമുക്ക് ഒരു എയർ ടൈറ്റ് ബോക്സിലിട്ട് വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ ഇരട്ടി വെള്ളത്തിലൊഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്കെല്ലാം അതിൻ്റെ ചെടിയുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചെടിയൊക്കെ നല്ല ആരോഗ്യത്തോടെ കിളിച്ച് വരാൻ ഈ തേയിലയുടെ മട്ട്, മുട്ടത്തോട്, അതുപോലെ തന്നെ ഈ സവാളയുടെ തോല് ഒക്കെ ഇതൊക്കെ നല്ല ജൈവ വളങ്ങളാണ് നമ്മുടെ ചെടികൾക്ക്. അല്ല എങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബയോ ഡയറ്റാണ്, ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ജൈവ വളമാണിത്. ഇത് ഞാൻ ചെടിക്കടയിൽ നിന്ന് തന്നെ മേടിക്കുന്ന ഒരു വളമാണിത് വാങ്ങാൻ കിട്ടി. ഇതുപോലുള്ള ബയോ ഡയറ്റുകളും നമ്മുടെ പ്ലാന്റ്സിനൊക്കെ വളരെ നല്ലതാണ്. അതല്ല എങ്കിൽ വേറെ നമുക്ക് നാച്ചുറലായിട്ട് ഇടാൻ പറ്റുകയാണ് എല്ലുപൊടി. അതുപോലെ തന്നെ ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ പുളിപ്പിച്ചിട്ട് നമ്മൾ ചെടിക്ക് ഒഴിക്കുന്നതും നമ്മുടെ ചെടി നല്ലതുപോലെ പൂക്കാനൊക്കെ നല്ലതുപോലെ സഹായിക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടിയും നമ്മൾ ചെടിക്കകത്ത് ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രണ്ടും കൂടെ പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ ചെടികൾക്ക് നമുക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ചെടികളൊക്കെ നല്ലതുപോലെ പൂക്കും. അന്നേരം ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ നമ്മുടെ ചെടികൾ പൂക്കാൻ വേണ്ടി ഞാൻ സാധാരണ ഇതൊക്കെയാണ് ചേർക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാജിക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഉള്ളത് ഓർക്കിഡ് ബൂംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വളങ്ങളുണ്ട്. അതും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ പൂക്കാൻ നല്ലതാണ്. അന്നേരം ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെടികൾ പൂക്കാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ നമ്മൾ ചില ചെടികൾക്കൊന്നും വലിയ വെയിലത്തൊന്നും നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അന്നേരം ചെടികൾ വെയിലത്ത് നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെടികളെ വെയിൽ വേണ്ട ചെടികളുണ്ട്, അതൊക്കെ വെയിൽ കിട്ടുന്നിടത്ത് വെക്കുക.
ഇങ്ങനെ ഓരോ ചെടികളും നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആ ഒരു നാച്ചുറലായിട്ട് വെയിൽ വേണ്ടതും വെയിൽ വേണ്ടാത്ത ചെടികളുമൊക്കെ നോക്കി അതുപോലെ വെക്കുക. പിന്നെ കറക്റ്റ് സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ എന്നും പൂക്കളുണ്ടാവും. പിന്നെ നമ്മൾ തന്നെ ചെടികളുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ചെടികൾക്കും നല്ലതാണ്. നമ്മൾ സാധാരണ ഉള്ള ആളുകൾക്ക് നമ്മുടെ മാനസികമായിട്ട്, അതായത് ചെടികളുമായിട്ടൊക്കെ നമ്മൾ കുറച്ച് നേരം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷനും ഒക്കെ കിട്ടും. അന്നേരം ഈ ചെടികളുടെ കൂടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെടികളുടെ പൂക്കളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അന്നേരം ലിൻസീസ് ലിങ്കിൽ ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന എൻ്റെ ഫ്ലവറിങ് സീക്രട്സ് ആണ്. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ഇഷ്ടം പോലെ പൂക്കളും ഒക്കെ നമ്മുടെ ഗാർഡനിലും ഉണ്ടാകും. അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളും ഒക്കെ ഉണ്ടാകും. അന്നേരം ഇതൊക്കെ കാണാൻ എന്ത് രസമല്ലേ, ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടാത്തതാരാ? അന്നേരം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടം പോലെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ആദ്യമായിട്ടാണ് ലിൻസീസ് ലിങ്ക് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് താഴെ എഴുതി അറിയിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ്. അന്നേരം ഞാൻ ഇതുപോലെ ഈ 10 മണി ചെടിക്കും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഇടുന്നത്. അതുപോലെ തന്നെ ആന്തൂര്യത്തിനും ഇതൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ തന്നെ, ബയോഡയറ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.